കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന പ്രതിസന്ധികളെ മറികടക്കാനുള്ള തീവ്ര പരിശ്രമത്തിലാണ് ഇന്ത്യൻ ഗവേഷണ സ്ഥാപനമായ CMFRI. ഏതാനും മാസങ്ങൾക്കകം വരാനിരിക്കുന്ന എൽ നിനോ പ്രതിഭാസം 2027 ജനുവരിയോടെ മത്സ്യലഭ്യതയിൽ വൻ കുറവുണ്ടാക്കുമെന്നാണ് വിലയിരുത്തൽ. സമുദ്രത്തിലെ മാറ്റങ്ങളെ നേരിടാനും അതുമൂലമുണ്ടാകുന്ന മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുമൊക്കെ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുകയാണ് CMFRI. 2026 ആദ്യ പകുതിയിൽ ചൂട് വളരെ കൂടുതലായി അനുഭവപ്പെട്ടെങ്കിലും അതിനേക്കാൾ ചൂട് കൂടിയ അവസ്ഥകൾ മുൻപും ഉണ്ടായിട്ടുണ്ട്. തീവ്ര കാലാവസ്ഥ മത്സ്യവിഭവശേഷിയെ വലിയ തോതിൽ ഇപ്പോൾ ബാധിച്ചിട്ടില്ല എന്നാണ് വിലയിരുത്തൽ. എന്നാൽ കാലക്രമേണ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. സെപ്റ്റംബർ മാസത്തോടെ എൽ നിനോ പ്രതിഭാസം പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 2027 ജനുവരിയോടെ ഇന്ത്യൻ സമുദ്രമേഖലയിലെ മത്സ്യവിഭവശേഷിയെ പ്രതികൂലമായി ഇത് ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ. അങ്ങനെയെങ്കിൽ 2027 ജനുവരിയോടെ ഇന്ത്യൻ സമുദ്രമേഖലയിലെ മത്സ്യവിഭവശേഷിയെ ഈ പ്രതിഭാസം പ്രതികൂലമായി ബാധിക്കും. നമുക്ക് ഫസ്റ്റ് ക്വാർട്ടറിലെ ഡാറ്റ അവൈലബിൾ ആണ്, അതായത് മാർച്ച് വരെയുള്ള ഡാറ്റ അവൈലബിൾ ആണ്. മാർച്ച് വരെയുള്ള ഡാറ്റയിൽ മത്സ്യസമ്പത്തിൽ കാര്യമായിട്ടുള്ളൊരു ത്തിലുള്ള കാര്യമായിട്ടുള്ളൊരു വ്യത്യാസം കാണിക്കുന്നില്ല. പക്ഷേ ഈ വർഷം ഒരു സെപ്റ്റംബറോട് കൂടി നമുക്ക് പതുക്കെ ഈ എൽ നീനോ എന്ന് പറഞ്ഞിട്ട് പസഫിക്കിൽ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസം കാര്യമായിട്ട് വരാനുള്ളൊരു സാധ്യത മുൻകൂട്ടി പ്രവചിക്കുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് അടുത്ത വർഷം 2027 സ്ട്രോങ് ആയിട്ട് ഉണ്ടാവാം. 2027 ഈ വർഷം ഉണ്ടായതിനേക്കാൾ കൂടുതൽ ചൂടും അതോടൊപ്പം തന്നെ മത്സ്യലഭ്യതയിൽ പ്രത്യേകിച്ച് പെലാജിക് ഫിഷറീസ്, സാഡീൻ പോലുള്ള പെലാജിക് ഫിഷറീസിൽ കാര്യമുള്ള ഒരു വ്യത്യാസം ഉണ്ടാവാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം മൂലം ജെല്ലി ഫിഷ് പോലുള്ള ചില ഇനങ്ങളിൽ വലിയ വർധനവും പ്രകടമാണ്. എന്നാൽ അവയെ പുതിയ ഉൽപ്പന്നങ്ങളാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ ഫലം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ആഗോളതാപനം മൂലമുള്ള വ്യത്യാസങ്ങൾ, വളരെ പ്രകടമായിട്ടുള്ള മാറ്റങ്ങൾ സമുദ്ര വിഭവങ്ങളിലും വിഭവശേഷിയിലും ഉണ്ടാക്കിയിട്ടുണ്ട്. ജെല്ലി ഫിഷിന്റെ ബ്ലൂംസ് കണ്ടമാനുണ്ടാവുന്നുണ്ട്, അങ്ങനെയുള്ള വർധനവുകൾ ഉണ്ടാവുന്നുണ്ട്. കടൽ മാക്രി എന്ന് അറിയപ്പെടുന്ന പഫർ ഫിഷ്, അത് മത്സ്യബന്ധനത്തിൽ പോകുന്നതിന് പലപ്പോഴും ഒരു ബുദ്ധിമുട്ടായിട്ട് പറയാറുണ്ട്. ആ ലെവലിൽ തന്നെ കൂടുന്നൊരു അളവിൽ കടൽ മാക്രീനെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ടുള്ള ഉപദ്രവം അതിനെയും പിടിച്ച് ഉപയോഗിക്കാവുന്ന ഒരു ലെവലിലേക്ക് നമ്മൾ മാറുന്നുണ്ട്. ഫിഷ് ഒരു പ്രോട്ടീൻ പോലെ കരുതി ആ പ്രോട്ടീൻ മത്സ്യത്തീറ്റയിലും കാലിത്തീറ്റയിലും ഒക്കെ അത്യാവശ്യമാണ്. അപ്പം അതിൻ്റെ ഒരു ഉൽപാദനം അതിന് നമ്മൾ ഉപയോഗിക്കുന്ന മീനുകൾ തന്നെ വേണമെന്നില്ല. കാലാവസ്ഥാ വ്യതിയാനം കാരണം ഇന്ത്യൻ സമുദ്രമേഖലയെ ബാധിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട പ്രതിസന്ധിയാണ് ആൽഗൽ ബ്ലൂം. വിഷപദാർത്ഥങ്ങൾ പുറംതള്ളുന്ന ആൽഗകൾ സമുദ്ര സന്തുലിതാവസ്ഥയെ തകിടം മറിക്കുന്നു. വിനാശകരമായ ആൽഗൽ ബ്ലൂമുകളുടെ എണ്ണം നമ്മൾ മുമ്പ് കണ്ടതിലും കൂടുതലായിട്ട് വരുന്നു. അതിൻ്റെ എണ്ണവും ഇൻറ്റൻസിറ്റിയും കൂടി വരുന്നു. പ്രത്യേകിച്ച് അറേബ്യൻ സീ, നമ്മുടെ കടൽ തീരങ്ങളിലൊക്കെ അത് ഏകദേശം 3 ഇരട്ടി വർദ്ധിച്ചതായിട്ടാണ്. കാലാവസ്ഥാ വ്യതിയാനം മൂലം സമുദ്രത്തിൻ്റെ സ്ട്രക്ചറിൽ ഞാനൊരു ചേഞ്ച് വന്നു എന്ന് പറയുന്നുണ്ടല്ലോ. ചില സാധനങ്ങൾ റീപ്ലേസ് ചെയ്യപ്പെടുന്നു. ഫോർ എക്സാമ്പിൾ പവിഴപ്പുറ്റുകൾക്ക് പകരം നമ്മളിപ്പോൾ കാണുന്നത് സുവാൻഡിൻസ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പൊക്കെ അതിനെ ഡോമിനേറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പം അതുപോലെ പ്ലവകങ്ങളിലും ഇത്തരം മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇത്തരം മാറ്റങ്ങൾ സമുദ്രത്തിൻ്റെ സ്ട്രക്ചറിനെയും ഫംഗ്ഷനെയും കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം ഏറ്റവും ആദ്യം ബാധിക്കുന്നത് മത്സ്യത്തൊഴിലാളികളെ തന്നെയാണ്. മത്സ്യബന്ധനത്തിനുള്ള ദിവസങ്ങൾ കുറയുന്നു എന്നതാണ് ആദ്യത്തെ പ്രശ്നം. ഉപയോഗിക്കാൻ സാധിക്കാത്ത മത്സ്യങ്ങളുടെ ലഭ്യതയിൽ വലിയ വർധനവുണ്ടാകുന്നു എന്നതാണ് മറ്റൊരു പ്രതിസന്ധി. ഇതൊക്കെ മറികടക്കാനുള്ള പദ്ധതികൾ സർക്കാർ തലത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പം കൂടുതൽ ടെക്നോളജിനെ എംബ്രേസ് ചെയ്യാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അപ്പോൾ അത്തരം മേഖലകളിൽ നമുക്ക് ഒരു മത്സ്യബന്ധനത്തിന് പോകുന്ന ആൾ കൊണ്ടുവരുന്ന മത്സ്യത്തിൻ്റെ അളവ് എത്ര, അല്ലെങ്കിൽ പിടിക്കുന്ന ഇനങ്ങൾ എത്ര, അത്തരം കാര്യങ്ങളിൽ നമുക്ക് വളരെ കൃത്യമായിട്ടുള്ളൊരു അറിവ് ലഭിക്കണമെങ്കിൽ അത് ഒത്തിരി കാര്യങ്ങൾക്ക് സഹായിക്കും. സന്തുലിതമായിട്ടുള്ള മത്സ്യബന്ധനം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ മാക്സിമം ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. തീരപ്രദേശങ്ങളിൽ താമസിക്കുന്ന ഷെഡ്യൂൾ ട്രൈബ് വിഭാഗങ്ങളിൽ പെടുന്ന ആളുകൾക്ക് പ്രത്യേക സ്കീമുകൾ കൊണ്ടുവന്ന് 100% സബ്സിഡിയോടുകൂടി നമ്മുടെ ടെക്നോളജീസ് അവർക്ക് എത്തിച്ചുകൊണ്ട് അവരെ ആ മേഖലയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമൊക്കെ നടത്തുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതം ഏറ്റവും അരികിൽ എത്തിത്തുടങ്ങിക്കഴിഞ്ഞു. പ്രതികൂല സാഹചര്യങ്ങൾ അനുകൂലമാക്കി മാറ്റാനുള്ള വഴികൾ അന്വേഷിക്കുകയാണ് ഇന്ത്യൻ ഗവേഷണ സ്ഥാപനങ്ങൾ. അമൃത ന്യൂസ്, കൊച്ചി.